ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് ഭിന്നസംഖ്യകൾ അഥവാ ഫ്രാക്ഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകൾ എന്നതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. 2 വീഡിയോസിലായിട്ടാണ് നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തത്. ഇന്ന് രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യകൾ. അപ്പോൾ എല്ലാവർക്കും ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യകൾ എന്താണെന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ചെറിയ ഐഡിയ ഒക്കെ ഉണ്ടാവും. കാരണം നമ്മൾ 6ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി പറയാം. നമ്മളിപ്പോൾ ഒരു പിസ വാങ്ങി എന്ന് വിചാരിക്കുക. ഒരു പിസ, 2 പിസ എന്നൊക്കെ പറയും. പക്ഷേ ഒന്നിൽ കുറവുള്ള പിസയെ നമ്മൾ എങ്ങനെ സൂചിപ്പിക്കും? ഇപ്പോൾ സപ്പോസ് നമ്മുടെ വീട്ടിലൊരു പിസ വാങ്ങിയെന്ന് വിചാരിക്കട്ടെ. നമ്മുടെ വീട്ടിൽ 4 പേരുണ്ട്. അപ്പോൾ നമ്മൾ ആ പിസയെ എങ്ങനെ ഡിവൈഡ് ചെയ്യും? അമ്മയുടെ കയ്യിൽ കൊടുത്തു. ഇതൊന്ന് 4ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അച്ഛനും അമ്മയും 2 മക്കളുമാണെന്ന് വിചാരിക്കുക. അപ്പോൾ അമ്മ എന്ത് ചെയ്യും? അമ്മ വളരെ കൂളായിട്ട് വന്ന് ഒരു കത്തിയെടുത്ത് 4ആക്കി മുറിക്കും. ഓക്കെ, അപ്പോൾ എന്തായി? 4 തുല്യമായിട്ടുള്ള കഷ്ണങ്ങളായി. അപ്പോൾ നോക്കൂ, ഇവിടെ എത്ര ഭാഗങ്ങളുണ്ട്? ഇവിടെ 4 ഭാഗങ്ങളുണ്ടല്ലേ. ഇവിടെ മൊത്തത്തിൽ 4 ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും കിട്ടിയതോ, ഈ അച്ഛന് കിട്ടിയത് എന്തായിരിക്കും? 1/4, 4ൽ 1 ഭാഗം. അമ്മയ്ക്ക് കിട്ടിയതോ 4ൽ 1 ഭാഗം, 1/4. മകൾക്ക് കിട്ടിയതും 4ൽ 1 ഭാഗം. മകനിക്ക് കിട്ടിയതും 4ൽ 1 ഭാഗം. ഇതെല്ലാം കൂട്ടിയാൽ നമുക്ക് എത്ര ഉണ്ടാകും? എല്ലാം കൂട്ടി, അതായത് 1/4 + 1/4 + 1/4 + 1/4, അതായത് 1/4 കൂട്ടണം 1/4 കൂട്ടണം 1/4 കൂട്ടണം 1/4. അപ്പോൾ നമുക്ക് കൂട്ടി നോക്കാം. അപ്പോൾ ഭിന്നസംഖ്യകൾ കൂട്ടുമ്പോൾ നമ്മൾ മേലത്തെ ഭാഗങ്ങൾ മാത്രമേ നമ്മൾ കൂട്ടുള്ളൂ. 1 2 3 4 4/4. അപ്പോൾ 4/4 എന്നത് പറഞ്ഞാൽ എന്താണ്? 4ൽ 4 എത്ര പ്രാവശ്യം പോകും? 1. അപ്പോൾ 4/4 എന്ന് പറഞ്ഞാൽ 1ന് സമമാണ്. അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. അപ്പോൾ ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യത്തെ പേജിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഡു ദ ഫോളോയിങ് problems mentally. Write each has how many times and also as a product. First question ഇതാണ്. Each piece of a pumpkin weighs a 1/4 kilogram. What is the weight of 2 pieces together? What is the weight of 4 such pieces? 6 pieces. ഇവിടെ തന്നെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങളോട് ഇതൊക്കെ മെൻ്റലി ചെയ്യണം. നിങ്ങൾ വളരെ കൂളായിട്ട് ചോദിക്കുമ്പോൾ പറയണം എന്നുള്ള രീതിയിലാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. 1/4 കിലോഗ്രാം വീതം ഭാരമുള്ള 2 കഷ്ണം മത്തങ്ങയുടെ ആകെ ഭാരം എത്ര കിലോഗ്രാം ആണ്? 4 കഷ്ണങ്ങളുടെ ഭാരമോ 6 കഷ്ണങ്ങളുടെ ഭാരമോ? ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. 1/4 കിലോഗ്രാം വീതം ഭാരമുള്ള 2 കഷ്ണം മത്തങ്ങ അല്ലേ, എത്ര കിലോഗ്രാം ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മത്തങ്ങയുടെ പീസ്, വെയ്റ്റ് ഓഫ് 1 പീസ് ഓഫ് പംകിൻ എത്രയാണ്? 1/4 കിലോഗ്രാം ആണ്. അതായത് 1/4 കിലോഗ്രാം, 1/4 കിലോഗ്രാം. ഓക്കെ, ഇങ്ങനത്തെ ആദ്യത്തെ ചോദ്യം എന്താണ്? ആദ്യത്തെ ചോദ്യം ഈച്ച് പീസ് ഓഫ് എ പംകിൻ വെയ്റ്റ്സ് എ 1/4 കിലോഗ്രാം. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് എഴുതും? വെയ്റ്റ് ഓഫ് എ പംകിൻ. അപ്പോൾ എ 1/4 കിലോഗ്രാം. ഇതാ വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് 2 പീസ് ടുഗദർ? അപ്പോൾ വെയ്റ്റ് ഓഫ് 2 പീസ് പംകിൻ, 2 പീസ് കഷ്ണം മത്തങ്ങയുടെ വെയ്റ്റ്. അപ്പോൾ നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ നമ്മൾ 1 × 2, 1 ഗുണിക്കാൻ 2 2/4. അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യയിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും ചെറുതാക്കിയ രൂപത്തിൽ വേണം നമ്മളതിൻ്റെ ഉത്തരം എഴുതാൻ. അതിനാണ് നമുക്ക് മാർക്ക് കിട്ടുക. ഇനി അതിനെ ഹരിക്കാനോ വിഘടിപ്പിക്കാനോ അതിനെ ഏറ്റവും ചെറുതാക്കി ഇനിയൊന്നും ഉണ്ടാവില്ല എന്ന രൂപത്തിൽ വേണം നിങ്ങൾ എഴുതാൻ. അപ്പോൾ ഈ 2/4 നിങ്ങൾ നോക്കിയാൽ 2ലും 4നും ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. അതെന്താണ്? 2 ആണ്. 2 2ൽ 1 പ്രാവശ്യം പോവും, 4 2ൽ 2 പ്രാവശ്യവും പോവും. അപ്പോൾ നമുക്ക് 1/2 എന്നതിനെ ഏറ്റവും ചെറിയ രൂപത്തിൽ, ഏറ്റവും മിനിമൽ രൂപത്തിൽ നമുക്ക് എഴുതാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്തായി? 1/2. ഇനി ഇത് തന്നെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇനി അടുത്ത എന്താ ചോദിച്ചാൽ, വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് 4 സച്ച് പീസസ്? അപ്പോൾ അങ്ങനത്തെ 4 കഷ്ണങ്ങളുടെ ഭാരം.
അപ്പോൾ നമ്മുടെ വെയിറ്റ് ഓഫ് 4 പംകിൻ പീസസ്. അപ്പോൾ 1 എത്രയാണ്? 1/4. അപ്പോൾ 1/4 ഇൻറ്റു 4. അപ്പോൾ 1/4 ഇൻറ്റു 4 1/4 4 4/4. ഓക്കെ. അപ്പോൾ നമുക്ക് 4/4 എന്ന് പറഞ്ഞത് എത്രയാണ്? 1 ആണെന്ന് നമുക്കറിയാം. ഇനി ഇത് പിന്നീട് ചോദിച്ചാൽ എന്താണ്? 6 പീസ് അല്ലേ? അങ്ങനത്തെ 6 പീസിൻ്റെ വെയിറ്റ് എത്ര എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/4 ഇൻറ്റു 6 1/4 ഇൻറ്റു 6. അപ്പോൾ 1 ഇൻറ്റു 6 6 6/4. അപ്പോൾ 6/4 എന്ന് പറയുമ്പോൾ ഇതിനെ നമുക്ക് ഏറ്റവും ചെറിയ രൂപത്തിൽ എഴുതണം. ഇതിൽ കോമൺ ഫാക്ടർ എന്തുണ്ട്? 2 ഉണ്ട്. അപ്പോൾ നമുക്ക് 6ൽ 2 എത്ര പ്രാവശ്യം പോവും? 3 പ്രാവശ്യം പോവും. അതേപോലെ 4 2 പ്രാവശ്യം പോവും. അപ്പോൾ 3/2 ആൻസർ കിട്ടി. പക്ഷെ നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതിയാൽ പോരാ. 3/2 എന്നുള്ളത് മിക്സഡ് ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതണം. എന്നാലാണ് നമ്മുടെ കംപ്ലീറ്റ് ആൻസർ ആകുക. അപ്പോൾ നമുക്ക് എങ്ങനെ മിക്സഡ് ഫ്രാക്ഷനിൽ എഴുതാം? അത് നമുക്കറിയാം അല്ലേ? നമുക്കറിയാം. എങ്ങനെ എഴുതാം? നോക്കൂ, നമുക്ക് 3/2 കിട്ടിയത്. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണ്? 3/2. 3/2 എന്നാണ് ഇതിൻ്റെ അർത്ഥം. 3നെ 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 3നെ 2 കൊണ്ട് ഹരിച്ചാൽ ആൻസർ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. അപ്പം ബാലൻസ് എത്ര ഉണ്ടാവും? അപ്പോൾ 1 ഗുണിക്കാൻ 2, ഇനി 3ന്ന് 2 കുറച്ചാൽ 1. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇതിൽ നമ്മൾ എവിടേക്കാണ് എന്തെല്ലാം എഴുതണമെന്ന് ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് കിട്ടിയ ഈ ഒരു ആൻസർ ഉണ്ടല്ലോ, ഈ ഒരു ആൻസറാണ് നമ്മൾ ഈ 1 കിട്ടിയ ആൻസറാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ, 1 കിട്ടിയ ആൻസറാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. പിന്നെ നമ്മുടെ ഡിനോമിനേറ്ററാണ് നമ്മൾ ഇവിടെ തന്നെ എഴുതേണ്ടത്. പിന്നെ ഈ ബാലൻസ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ എഴുതേണ്ടത്. ഇങ്ങനെയാണ് വരിക 1 1/2. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കിട്ടി. ഈച്ച് വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് 2 പീസ് ടുഗദർ. അത് നമ്മൾ എന്ത് ചെയ്തു? 1/4 ഇൻറ്റു 2 ചെയ്തു. രണ്ടാമത്തേത് 1/4 ഇൻറ്റു 4 ചെയ്തു. മൂന്നാമത്തേത് 1/4 ഇൻറ്റു 6 ചെയ്തു. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വി ക്യാൻ ഫിൽ എ കപ്പ് വിത്ത് 1/3 ഓഫ് ലിറ്റർ ഓഫ് മിൽക്ക്. ഹൗ മച്ച് മിൽക്ക് ഈസ് നീഡഡ് ടു ഫിൽ 2 cups 4 cups? ഓക്കെ. എന്താണ് ചോദ്യം? എന്താണ്? ഒരു കപ്പിൽ 1/3 ലിറ്റർ പാല് നിറയ്ക്കാം. ഒരു കപ്പിൽ 1/3 ലിറ്റർ പാല് നിറയ്ക്കാം. 2 കപ്പിൽ ആകെ എത്ര ലിറ്റർ നിറയ്ക്കാം? 4 കപ്പിലോ? ഓക്കെ. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാം? ക്വസ്റ്റ്യൻ എന്താണ്? ഒരു കപ്പിൽ 3/1 ലിറ്റർ. 3/1 ലിറ്റർ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെയാണ് 1/3 ഭാഗമാണ് ഒരു കപ്പിൽ നമുക്ക് നിറയ്ക്കാൻ പറ്റുക. അപ്പോൾ നമ്മളോട് ചോദിച്ചാൽ 4 കപ്പിൽ എത്ര നിറയ്ക്കാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യും? 4 ഇൻറ്റു 1/3 4 ഇൻറ്റു 1/3 4 ഇൻറ്റു 1/3. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യും? 4 ഇൻറ്റു 4 4 4/3. ഓക്കെ. 4/3നെ നമ്മൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോമിൽ എഴുതണം. അപ്പോൾ 4/3 എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഇതിലൊരു സംഭവം നമുക്ക് ആദ്യമേ കിട്ടി. എന്താണ്? 3. അത് നമുക്ക് ആദ്യമേ എഴുതി വെക്കാം. ഇനി 4 3 എത്ര പ്രാവശ്യം പോകും? 1 പ്രാവശ്യം. അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ. ഇനി നമ്മൾ 4ന്ന് 3 മൈനസ് ചെയ്തപ്പോൾ നമുക്കൊന്ന് കിട്ടി. 1 1/3. ഇതാണ് ആൻസർ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹൗ മച്ച് മിൽക്ക് ഈസ് നീഡഡ് ടു ഫിൽ 2 cups? ഓക്കെ. അതാണ് നമ്മളിപ്പം കണ്ടത്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത കാണേണ്ടത് 4 cups. 4 cupsൽ എത്രയാണ് വേണ്ടത്? 2 കപ്പിൽ എത്രയാണ് വേണ്ടത്? 1/3 ഇൻറ്റു 2. അപ്പോൾ 1 ഇൻറ്റു 2 2/3. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ആൻസർ എത്രയാണ്? 2/3. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3/4 മീറ്റർ നീളം മാത്രം വീതമുള്ള 4 കഷ്ണം നാടയുടെ ആകെ നീളം എത്ര മീറ്ററാണ്? 5 കഷ്ണം ആയാലോ? വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 4 pieces ഓഫ് റിബൺസ് ഈച്ച് ഓഫ് ലെങ്ത് 3/4 ഓഫ് എ മീറ്റർ? വാട്ട് അബൌട്ട് 5 pieces? അപ്പോൾ വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 4 ഈച്ച് ഓഫ് ലെങ്ത് 3/4 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 3/4 ആണ്. 3/4. അപ്പോൾ വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 4 pieces ഓഫ് റിബൺ? അപ്പോൾ
ടോട്ടൽ ലെങ്ത് ഓഫ് 4 പീസസ് ഓഫ് റിബൺ എത്രയാണ്? 3/4 ഇൻറ്റു 4. ഇപ്പോൾ നമ്മൾ 4ഉം 4ഉം കട്ട് ചെയ്തു, അപ്പോൾ 3. വളരെ സിമ്പിളാണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? 3/4 ഇൻറ്റു 4 ഇങ്ങനെയും ചെയ്യാം. 3 ഇൻറ്റു 4 12. 12/4 12/4 എത്രയാണ്? 3 മീറ്റർ. എങ്ങനെയായാലും ഇത് തന്നെയാണ് ആൻസർ വരിക. ഓക്കെ. ഇനി അടുത്ത അതിൻ്റെ സെക്ഷൻ എന്താണ്? വാട്ട് അബൌട്ട് 5 പീസസ്? ഇനി 5 പീസസ് എന്താണ്? അപ്പോൾ ടോട്ടൽ ലെങ്ത് എത്രയാണ്? 3/4. ഇനി 5 പീസസ് എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 3 15. 15/4. 15/4 നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ചെയ്ത മാതിരി ഇതിന് മിക്സഡ് ഫാക്ടർ ആകണം. 15/4. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇവിടെ എഴുതാം? 4ന് ആദ്യം ഇവിടെ എഴുതി വെക്കാം അല്ലേ? ഇനി 15/4 എന്ന് പറയുമ്പോൾ 15 എത്ര പ്രാവശ്യം പോവും? 3 പ്രാവശ്യമേ പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് 3 ഇവിടെ എഴുതാം. ഓക്കെ. ഇനി 3 4 12. ഇനി 12. 5 - 2 ദാറ്റ് ഈസ് 3. ഓക്കെ. ഇതാണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ. 3/4 മീറ്റർ. ഓക്കെ. ഇതിൻ്റെ മലയാളം നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, 3/4 മീറ്റർ നീളമുള്ള 4 കഷ്ണം നാടിൻ്റെ ആകെ നീളം എത്ര? അപ്പം ഒരു 3/4 മീറ്റർ വീതം 4 കഷ്ണം നാടാന്ന് പറഞ്ഞാൽ 3/4 എന്ന് പറയുന്നത് 3/4 ഇൻറ്റു 4. അപ്പോൾ 3 ഇൻറ്റു 4 എന്ന് പറയുന്നത് 12. 12/4. 12 ഹരിക്കണം 4 എന്ന് പറയുന്നത് എത്രയാണ്? 3 3 മീറ്ററാണ്. ഇതിൻ്റെ സെക്കൻഡ് പോർഷൻ നോക്കാം. 5 കഷ്ണമായാലോ? അപ്പോൾ 5 കഷ്ണമായാലും ഒരു പ്രശ്നവും ഇല്ല. 3/4 നമുക്ക് 5 കൊണ്ട് ഗുണിക്കാം. 3 ഗുണിക്കണം 5 15. 15/4. ഇത് നമുക്ക് ഇങ്ങനെ എഴുതിയാൽ പോലെ ഇതിനെ നമുക്ക് ഹരിച്ച് തന്നെ എഴുതണം. അപ്പോൾ 15 ഹരിക്കണം 4 എന്ന് പറഞ്ഞാൽ 15 ഹരിക്കണം 4. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 4 എന്ന് ഇവിടെ ആദ്യം തന്നെ എഴുതാം, തെറ്റിപ്പോകാതിരിക്കാനാണ്. അപ്പോൾ 15 ഹരിക്കണം 4. 15 4 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യമുള്ളൂ പോവുക. അത് നമുക്ക് വേഗം ഇവിടെ എഴുതി വെക്കാം. ഓക്കെ. അപ്പോൾ 15 3 4 12. ഇനി 5ന്ന് 2 പോയാൽ എത്രയാണ്? 3. അത് നമുക്ക് ഇവിടെ എഴുതി വെക്കാം. ഓക്കെ. അപ്പം 3/4 മീറ്ററാണ് റിബൺ ഉണ്ടാകുക. ഓക്കെ. ഇനി അടുത്തത്, ഒരു കളിസ്ഥലത്തിന് ചുറ്റും ഒരു പ്രാവശ്യം നടക്കാൻ 1.25 മണിക്കൂർ സമയം വേണം. ഇതേ ഭാഗത്ത് 4 പ്രാവശ്യം നടക്കാൻ എത്ര സമയം? 7 പ്രാവശ്യം നടക്കും. വളരെ സിമ്പിളാണ്. അപ്പോൾ ഒരു കളിസ്ഥലത്തിന് ചുറ്റും ഒരു പ്രാവശ്യം നടക്കാൻ വേണ്ട സമയം 1/4 മണിക്കൂർ. അപ്പോൾ 4 പ്രാവശ്യം നടക്കാൻ വേണ്ട സമയം എത്രയാണ്? 1/4 ഇൻറ്റു 4. 1/4 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ഗുണിക്കണം 4 4/4. അപ്പോൾ എത്രയാണ്? 1 മണിക്കൂർ. ഓക്കെ. ഇനി 7 പ്രാവശ്യം നടക്കാനോ? 7 പ്രാവശ്യം നടക്കാൻ അതിലും സിമ്പിളാണ്. 1/4 ഗുണിക്കണം 7. 1 ഗുണിക്കണം 7 7/4. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ എഴുതിയാൽ പോരാ, ഫ്രാക്ഷനായിട്ട് എഴുതണം. അപ്പോൾ 7/4 എന്ന് പറയുമ്പോൾ 7നെ 4 കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമുക്ക് 4 ഇവിടെ എഴുതി വെക്കാം. പിന്നെ 7നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്ര പ്രാവശ്യം പോവും? ഒരു പ്രാവശ്യമേ പോവുള്ളൂ. അത് നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ 4 അപ്പം 3. അപ്പം 1 3/4 എന്ന് നമുക്ക് എഴുതാം. അതേപോലെ ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ഇറ്റ് ടേക്സ് 1/4 hour to walk around a playground once. How much time does it take to walk 4 times around at this speed? അപ്പോൾ 1/4 hour ആണ് അല്ലേ? 1/4 hour ആണ് എടുക്കുന്നത്. ഓക്കെ. ടു വാക്ക് 4 times ഇൻറ്റു 4. അപ്പോൾ 1 × 4 4/4 ദാറ്റ് ഈസ് 1 hour. ഓക്കെ. ഇനി എന്താണ്? വാട്ട് അബൌട്ട് 7 times? 7 times എന്ന് പറയുമ്പോൾ 1/4 ആണ്. ഇറ്റ് ടേക്സ് 1/4 hour ടു വാക്ക് അറൗണ്ട് പ്ലേ ഗ്രൗണ്ട് വൺസ്. അപ്പോൾ 7 times ആണെച്ചാൽ എന്തായിരിക്കും? 1 × 7 7/4. അപ്പം നമുക്കിതിങ്ങനെ എഴുതിയാൽ പോരാ, 7/4. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും? 7/4. അപ്പോൾ 4 ഇവിടെ 1 ആണ്, 3 അല്ലേ? അപ്പോൾ ഇത് നമ്മൾ 1 3/4 ഇങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ.